ആലപ്പുഴ മാവേലിക്കരയിൽ കീച്ചേരിക്കടവ് പാലത്തിന്റെ ഗർഡർ തകർന്നു വീണ് 2 പേർ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണം എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അപാകതകൾ ചൂണ്ടിക്കാണിച്ച് പരാതികൾ നൽകിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇടപെട്ടില്ലെന്നാണ് ആരോപണം. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അപകടത്തിൽ അന്വേഷണം നടത്തും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, 2 പേർ മരിക്കാനിടയായ സംഭവം, അതിൽ അശാസ്ത്രീയത നിർമ്മാണത്തിലുണ്ടെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. ഏതു തരത്തിലാണ് ഈ അപകടത്തിൽ അന്വേഷണം നടത്തുക? ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് കീച്ചേരിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം, ഗർഡർ വെക്കുന്ന ഭാഗം തകർന്നു വീണത്. അതിനകത്ത് 2 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ചെട്ടിക്കുളങ്ങര, ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. കഴിഞ്ഞ 3 വർഷമായി ഇതിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. പാലത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നാട്ടുകാരിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ആക്ഷേപം ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് പാലത്തിന്റെ ഒരു തൂണിൽ ഈ മരം വന്നിരിക്കുകയും അത് പിന്നീട് തൂണിന് വിഷയമുണ്ടെന്നൊക്കെ നാട്ടുകാർ പറയുകയും ചെയ്തു. അതിനു പുറമെ അത് പരിഹരിക്കാതെ നിർമ്മാണ പ്രവർത്തനം നടത്തിയത് അപകടത്തിലേക്ക് പോയി എന്നാണ് ഇപ്പോൾ നാട്ടുകാർ ആരോപിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് ചോദിച്ചിട്ടുണ്ട്. ഒപ്പം വിജിലൻസിന്റെ പരിശോധനയ്ക്കുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ഇന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി പ്രാഥമിക പരിശോധന നടത്തും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.